الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് അവന്റെ തൃപ്തി കരസ്ഥമാക്കി ജീവിക്കാൻ ആത്മാർത്ഥതയോടുകൂടി പരിശ്രമിക്കണമെന്ന് ഓരോരുത്തരോടും ഉണർത്തുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഒക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തിൽ നിന്ന് അകറ്റപ്പെടുകയും അവന്റെ ശാപം കിട്ടാൻ കാരണമാവുകയും ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആനിൽ നിന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ നിന്ന് ചിലത് കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചത്. അതിന്റെ തുടർച്ചയെന്നോണം മറ്റു ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ബിത്തൗഫീഖ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ കൊണ്ടുവരുന്ന ഒരു ഹദീസിൽ കാണാം, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ദബഹ ലിഗൈരില്ലാഹി ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ് വലഅനല്ലാഹു മൻ ആവാ മുഹ്ദിസൻ വലഅനല്ലാഹു മൻ ലഅന വാലിദൈഹി വലഅനല്ലാഹു മൻ അയ്യറൽ മനാറൽ അർദ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ശപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ചില വിഭാഗങ്ങളെ പരിചയപ്പെടുത്തി തരും. ഒന്നാമത് പറഞ്ഞത് മൻ ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ്, ആരാണോ അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറവ് നടത്തിയത് അവരെ അല്ലാഹു ശപിച്ചിട്ടുണ്ട്. ഇസ്ലാമിൽ ബലിയുണ്ട്, നമുക്കറിയാം. ആരാധനയുടെ ആ അവസ്ഥയിൽ വരുന്ന ബലികർമ്മങ്ങൾ അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള മതപരമായ അറവുണ്ട്. അത് അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടും അവരിൽ നിന്ന് പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടും വിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ പഠിപ്പിച്ച വിഷയങ്ങൾക്കാണ് അത് നിർവഹിക്കേണ്ടത്. എന്നാൽ പലപ്പോഴും ലോകത്ത് മതവിശ്വാസികൾ
അവരുടെ ഭൗതികമായ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി കറണ്ടില്ല തോന്നുന്നല്ലേ, നേടിയെടുക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് അറവ് നടത്താറുണ്ട്. എല്ലാ മതവിശ്വാസികളിലും ഉണ്ടത്. പിശാചുക്കളെ തൃപ്തിപ്പെടുത്താൻ, അതല്ലെങ്കിൽ വേറെ ആളുകളെ തൃപ്തിപ്പെടുത്താൻ, ഏതെങ്കിലും അമ്പിയാക്കളുടെ പേരിൽ, ബിംബങ്ങളുടെ പേരിൽ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മുസ്ലിമായ ഒരു മനുഷ്യന്റെ ഇബാദത്താണ് മതത്തിന്റെ പേരിൽ അറവ് നടത്തുക എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു അൻആമിലൂടെ അതിന്റെ 162 വചനത്തിൽ കാണാം, ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു അന അവ്വലുൽ മുസ്ലിമീൻ. നമസ്കാരത്തിലെ പ്രാരംഭ പ്രാർത്ഥനകളിൽ ഒരു പ്രാർത്ഥനയുടെ ഒരു ഭാഗത്ത് ഇത് വരുന്നുണ്ട്. നമുക്കറിയാം, നബിയെ നിങ്ങൾ പ്രഖ്യാപിക്കണം, ഇന്ന സ്വലാത്തി എന്റെ നമസ്കാരം, വനുസുക്കി എന്റെ ബലികർമ്മവും. അതാർക്കുള്ളതാ? ലോകരക്ഷിതാവായ അള്ളാഹുവിനുള്ളത്. നമസ്കാരത്തോട് ചേർത്ത് വീണ്ടും വിശുദ്ധ ഖുർആൻ ഇത് പറയുന്നത് കാണാം, ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. നബിയെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിന് നമസ്കാരം നിർവഹിക്കണം, ബലികർമ്മം നടത്തുകയും വേണം. എന്ന് പറഞ്ഞാൽ ബലി എന്നുള്ളത് ഒരു ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന് വേണ്ടി മാത്രമുള്ളതാണ്. എന്നാൽ മുസ്ലിമീങ്ങളിൽപ്പെട്ട പല ആളുകളും ബദരീങ്ങളുടെ പേരിലും നമ്മുടെ നാട്ടിൽ തന്നെ വ്യത്യസ്ത പേരുകളിൽ, ശുഹദാക്കളുടെ പേരിൽ, മറ്റു പലരുടെയും പേരിൽ ഇങ്ങനെ അറവ് നടത്തുന്നത് കാണാം. അത് വലിയ പാതകമായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ശാപമുണ്ട് എന്ന് പഠിപ്പിച്ച ഒരു വിഷയമാണ്. ഇമാം നവവി റഹിമഹുല്ലാഹ് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ശറഹ് മുഹദ്ദബിൽ അദ്ദേഹം പറയുന്നത്, ഒരാൾ അള്ളാഹു അല്ലാത്തവരുടെ തൃപ്തിക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് ഈസാ നബിയെ കുറിച്ച് പറയുന്നുണ്ട്, മൂസാ നബിയെ കുറിച്ച് പറയുന്നുണ്ട്, മലായിക്കത്തുകളെ കുറിച്ച് പറയുന്നുണ്ട്, ബിംബങ്ങൾ ഇവരുടെയൊക്കെ തൃപ്തിക്ക് വേണ്ടി, അതല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നേടുന്നതിന് വേണ്ടി അവരുടെ പേരിൽ അറവ് നടത്തിയാൽ അവർ അള്ളാഹുവിന്റെ ശാപം ലഭിക്കുന്നവരാണ് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ വിഷയം, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്, വലഅന അല്ലാഹു മൻ ഹാവാ മുഹ്ദിസൻ. അള്ളാഹുവിന്റെ ശാപം കിട്ടും. ആർക്കാ? ഒരു മതത്തിൽ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുന്ന ബിദ്അത്തുകാരന് സംരക്ഷണം കൊടുക്കുന്നവന് അള്ളാഹുവിന്റെ ശാപം ഉണ്ടെന്ന്. എന്നാൽ ബിദ്അത്ത് എന്നുള്ളത് മതത്തെ പൊളിക്കുന്ന ഒരു വിഷയമാണ്. എന്തുകൊണ്ട്? മതമാണെന്ന് വിചാരിച്ച് ആളുകൾ പ്രവർത്തിക്കുകയും മതത്തിന്റെ പ്രമാണങ്ങളിൽ യാതൊരു തെളിവുമില്ലാത്ത ആചാരങ്ങളായി, അനുഷ്ഠാനങ്ങളായി, ആഘോഷങ്ങളായി അത് കൊണ്ടുവരുമ്പോൾ മതത്തിലുള്ളത് പലതും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ട്. വളരെ ഗൗരവത്തോടുകൂടി ഇസ്ലാം അത് പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ദീനുൽ ഇസ്ലാമിന്റെ ഒരു സദസ്സിനെ അഭിമുഖീകരിക്കുന്ന ഏതൊരു മനുഷ്യനും അയാൾ പറയും, വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. ഒരു വിശദീകരണം ആവശ്യമില്ല. മതത്തിൽ പുതിയത് ഉണ്ടാക്കുന്നത് ളലാലത്താണ്, വഴികേടാണ്. വഴികേടുകളെല്ലാം നരകത്തിലാണ്. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഓരോ ഖുതുബയിലും അത് ഓർമ്മിപ്പിക്കുകയാണ്. എന്നാൽ മതത്തിൽ അനാചാരങ്ങൾ ഉണ്ടാക്കുന്ന, ആഘോഷങ്ങളും ആചാരങ്ങളും ഒക്കെയായി കൊണ്ടുവരുന്ന ആളുകളെ അവരെ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് വലിയ പാതകമാണ്. അവരെ അള്ളാഹുവിന്റെ ശാപമുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. മറ്റൊരു വിശദീകരണം, ഇത് ഇസ്ലാമിക സമൂഹം, ഇസ്ലാമിക ഭരണകൂടമുള്ളിടത്ത് ബിദ്അത്ത് ചെയ്ത മനുഷ്യനെ ശിക്ഷിക്കും. അവൻ പിടിക്കപ്പെടും, തടങ്കലടക്കപ്പെടും, അവന് ശിക്ഷയുണ്ടാവും. അങ്ങനെ ഒരു രാജ്യത്ത് ശിക്ഷിക്കപ്പെടാൻ കാരണമായ ബിദ്അത്തുകൾ ചെയ്ത ആളുകളെ ഭരണകൂടത്തിന്റെ ശിക്ഷയിൽ നിന്ന് മറ്റെന്തെങ്കിലും രൂപത്തിൽ അവന് സംരക്ഷണം കൊടുക്കുന്നത് വലിയ പാതകമാണ്, അള്ളാഹുവിന്റെ ശാപം കിട്ടുന്ന വിഷയമാണ്. മൂന്നാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വലഅന അല്ലാഹു മൻ ലഅന വാലിദൈഹി. ആരാണോ മാതാവിനെയോ പിതാവിനെയോ, മാതാപിതാക്കളെ ശപിക്കുന്നത്, അവരെ
ശാപവാക്കുകൾ കൊണ്ട് അഭിവരിക്കുന്നത് അവർക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ട്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊന്നുകൂടി വിശദമായി പഠിപ്പിച്ചു. പ്രവാചകൻ അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു നിന്ന് ഹദീസ് ഉദ്ധരിക്കുന്ന പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ അക്ബരിൽ കബായിർ, വൻ പാപങ്ങളിൽപ്പെട്ട വലിയ ഒരു പാപമാണ് അയ്യൽ അന റജുൽ വാലിദൈഹി, ഒരു മനുഷ്യൻ അയാളുടെ മാതാപിതാക്കളെ ശപിക്കുക എന്നുള്ളത്. സ്വാഭാവികമായും ഇത് കേട്ട സ്വഹാബികൾ ചോദിച്ചു, ഖീല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, വകൈഫ യൽഅനു റജുൽ വാലിദൈഹി, എങ്ങനെയാണ് ഒരു മനുഷ്യൻ അയാളുടെ മാതാപിതാക്കളെ ശപിക്കുക? അങ്ങനെയൊന്നും ഉണ്ടാവുമെന്നല്ല. ജാഹിലിയത്തിന്റെ മുഴുവൻ മാറാപ്പുകളും വഹിച്ചവരായിരുന്നു അവർ. പക്ഷെ ജാഹിലിയത്തിന്റെ തോന്നിവാസങ്ങൾക്കിടയിൽ പോലും മാതാപിതാക്കളെ വെറുക്കുക, അവരെ ശപിക്കുക, അവരെ ആക്രമിക്കുക, ഈ സ്വഭാവം അവർക്ക് ഉണ്ടായിരുന്നില്ല തന്നെ. അതുകൊണ്ട് തന്നെ മഹാത്ഭുതത്തോടു കൂടി അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നബിയെ, ഒരു മനുഷ്യൻ തന്റെ മാതാവിനെയും പിതാവിനെയും ശപിക്കുകയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യസുബ്ബു റജുൽ അബർ റജുൽ, ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യന്റെ മാതാവിനെയോ പിതാവിനെയോ ചീത്ത പറയുന്നു വിചാരിക്കുക. വേറൊരാളോട് സ്വന്തം മാതാപിതാക്കളെ തന്നെ ചീത്ത പറയുന്നതോ ശപിക്കുന്നതോ അത്ഭുതമില്ലാത്തൊരു ലോകത്ത് നമ്മൾ. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നു, വേറെ ഒരാളുടെ മാതാപിതാക്കളെ ഒരാൾ ചീത്ത പറയുന്നു, ഫയസുബ്ബു അബാ, അപ്പൊ സ്വാഭാവികമായിട്ടും അയാൾ ഇങ്ങോട്ടും ഇവന്റെ മാതാപിതാക്കളെ ചീത്ത പറയുന്നു എങ്കിൽ വയസുബ്ബു അബാഹു യസുബ്ബു ഉമ്മു, അവന്റെ മാതാവിനെ പിതാവിനെ ഇങ്ങോട്ട് ചീത്ത പറയുന്നു. ഇത് തന്നെയാണ് മാതാപിതാക്കളെ ശപിക്കൽ. സുഹൃത്തുക്കളെ, മാതാപിതാക്കൾ എന്ന് പറയുമ്പോ നമ്മൾ ഓരോരുത്തർ വിചാരിക്കുക നമ്മളെ കുട്ടികൾ കേൾക്കട്ടെ എന്ന്. ഇരിക്കുന്ന ഓരോരുത്തർ മരണപ്പെട്ടവരുണ്ട് നമ്മുടെ മാതാപിതാക്കൾ, അള്ളാഹു അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. പ്രായാധിക്യത്തിൽ വല്ലാതെ കഷ്ടപ്പെടുന്ന നമ്മുടെ ഉമ്മയും ഉപ്പയൊക്കെ ഉണ്ട്, അള്ളാഹു അവർക്കൊക്കെ ആരോഗ്യം നൽകി ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതായാലും സുഹൃത്തുക്കളെ, മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വഅബ്ദുല്ലാഹ് വലാ തുശ്രികൂ ബിഹി ശൈഅ വബിൽ വാലിദൈനി ഇഹ്സാന. സൂറത്തുൻ നിസാഇൽ 36-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത്, നിങ്ങൾ അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം, നിങ്ങൾ ഒരിക്കലും അവനിൽ പങ്കുകാരെ ഉണ്ടാക്കാൻ പാടില്ല. ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ഏറ്റവും ഗൗരവമുള്ള വിഷയമാണ് ആദ്യം പറയുന്നത്. കൂട്ടത്തിൽ പറഞ്ഞു വബിൽ വാലിദൈനി ഇഹ്സാന, വാവ് കൊണ്ട് ചേർത്തിട്ട് പറയണം, മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യുകയും വേണം, മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യുകയും വേണം. മറ്റൊരു വചനം നമുക്കറിയാം, വഖളാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. അവിടെ നോക്കൂ, നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. എന്താ കൽപ്പിച്ചിട്ടുള്ളത്? അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ, അവനിൽ നിങ്ങൾ പങ്കുചേർക്കാൻ പാടില്ല. തൗഹീദും ശിർക്കും പറഞ്ഞ ഉടനെ അടുത്ത വാചകം എന്താ പറയുക? വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണമെന്ന്. അതുകൊണ്ട് തന്നെ ഈ മാതാപിതാക്കൾക്ക് ഇത്രയും സ്ഥാനം ഈ വിഷയത്തിലുണ്ടായിട്ടും അവർക്ക് നന്മ ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, അവരെ ആക്രമിക്കുകയോ അവരെ ശപിക്കുകയോ അവർക്ക് വെറുപ്പുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ മനഃപൂർവ്വം ചെയ്യുകയോ ഒക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ വല്ലാത്ത ദുരന്തമാണ്. ഇരിക്കുന്ന ആളുകൾ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട്, ഈ ശബ്ദം എപ്പോഴെങ്കിലും ശ്രമിക്കുന്നവർ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് മാതാപിതാക്കൾ ഒരുപക്ഷെ 100% ന്യായവും സത്യമൊക്കെ നമ്മുടേതായിരിക്കും. എങ്കിലും നമ്മുടെ ഉപ്പയോ ഉമ്മയോ ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ നമ്മളിൽ നിന്ന് വെറുപ്പ് സമ്പാദിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്തണം സുഹൃത്തുക്കളെ, തിരുത്തണം. അള്ളാഹു അത്രയും മഹത്വങ്ങൾ നൽകിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ ശാപം മുമ്പ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ, കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞതുപോലെ, ശാപം അള്ളാഹു ശപിച്ചിട്ടുണ്ടെന്നോ അവന്റെ പ്രവാചകനിലൂടെ അള്ളാന്റെ ശാപമുണ്ടെന്നോ അറിയിച്ച ഒരു വിഷയം. എന്താ അറിയോ? ദുനിയാവിലും ആഖിറത്തിലും ഒരിക്കലും നമ്മൾ ഗുണം പിടിക്കില്ല എന്നാണ്, രക്ഷപ്പെടില്ല എന്നാണ്, കാരുണ്യം ഉണ്ടാവില്ല എന്നാണ്. അതുകൊണ്ട് അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മറ്റൊരു വിഷയം. 4-ാമത്തെ കാര്യം ഈ ഹദീസിൽ പറഞ്ഞത് വലഅന അല്ലാഹു മൻ ഗയ്യറൽ മനാർ, അല്ലെങ്കിൽ മനാറൽ അർദ്, ഭൂമി അപഹരിച്ചെടുക്കുന്ന ആളുകളെ അള്ളാഹു ശപിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ അതിര് തിരക്കെന്ന് പറയും, അങ്ങനെ പറയാമല്ലോ ഇവിടെ അല്ലെ? മറ്റൊരാളുടെ അവകാശമായി ഭൂമിയുടെ അതിർത്തികൾ
നമ്മുടേതല്ലാത്തത് നമ്മളിൽ ചേർക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ ശാപം കിട്ടുന്ന കാര്യമായിട്ട് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ പറഞ്ഞു, മൻ വലമ ശിബ്റൻ മിനൽ അർദ്, ആരെങ്കിലും ഒരു ചാൺ ഭൂമി അന്യായമായി കവർന്നെടുത്തു എന്ന് വിചാരിക്കുക, തവഖഹു യൗമൽ ഖിയാമത്തി മിൻ സബഇൻ അർദീൻ, ഖിയാമത്ത് നാളിൽ അവൻ വഹിക്കേണ്ടി വരും 7 ഭൂമിയോളം ഭാരം വഹിക്കുന്നവനായി അവൻ പരലോകത്ത് വരും. ഏറ്റാൻ മാത്രം, വഹിക്കാൻ മാത്രം പാപങ്ങളും തിന്മകളും അവനവന്റെ കാര്യങ്ങൾ ഉണ്ടായിരിക്കെ ഇതൊക്കെ നീ ഏൽക്കേണ്ടവനാണെന്ന രൂപത്തിൽ അള്ളാഹു അടിച്ചേൽപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. അല്ലെ, വളരെ ചെറുത് എന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ കുറെ മനുഷ്യന്മാരുണ്ടാവും. ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പക്ഷേ അങ്ങനെ ആവശ്യമില്ല. എന്നാലും കുറെ മനുഷ്യർക്ക് ഒരല്പഭാഗം ഭൂമിയിൽ നിന്ന് അല്പം മണ്ണ് കിട്ടിയിട്ട് എന്ത് നേടാനാണ്? എന്തെങ്കിലും ഉണ്ട്. പക്ഷെ മനുഷ്യന്റെ ഒരു സ്വഭാവമാണത്. അതുകൊണ്ട് ഈ വിഷയങ്ങൾ ഓരോന്ന് വിശദമായി ഓരോ ഖുതുബ പറയേണ്ടത് സൂചിപ്പിച്ചു പോവാണ്. ഇനി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ പ്രവാചകൻ ശപിച്ചിട്ടുണ്ട് എന്ന കുറെ കാര്യങ്ങൾ കാണാം. ഒരു മനുഷ്യൻ മറ്റൊരാളെ ശപിക്കാൻ പാടില്ല. മഹാ ദുരന്തമുള്ള കാര്യം ശാപവാക്കുകൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അറിയും. ഒരാളൊരു ശാപവാക്ക് പറഞ്ഞെന്ന് വിചാരിക്കാം. പ്രവാചകൻ പറഞ്ഞത് ഒരു വസ്തുവിനെ കുറിച്ച്, മനുഷ്യനോ മനുഷ്യേതര എന്തെങ്കിലും അതിനെ കുറിച്ച് ഒരു ശാപവാക്ക് ഒരാൾ പറഞ്ഞു. ആ വാക്ക് അതിങ്ങനെ കറങ്ങിപ്പോകുന്ന, എന്നിട്ട് ആകാശത്തേക്ക് ചെല്ലുമ്പോൾ ആകാശം തുറന്നു കൊടുക്കൂല, അത് തിരിച്ചു വരും, ഭൂമിയും അതിനേറ്റെടുക്കൂല. ഇടതും വലതും ആ വാക്കുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അവസാനം ഏതൊന്നിനെയാണോ ഈ ശപിച്ചു പറഞ്ഞത് അത് ശപിക്കപ്പെടാൻ അർഹതയുള്ളവനാണെങ്കിൽ, അല്ല അർഹതയുള്ളതാണെങ്കിൽ അതിലേക്ക് എത്തും. ഇല്ലെങ്കിലോ ഈ പറഞ്ഞ മനുഷ്യനിലേക്ക് തന്നെ എത്തും. നമ്മൾ പരസ്പരം ശാപവാക്കുകൾ പറയുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം സംസാരിക്കേണ്ടതുണ്ട് ഇൻഷാ അല്ലാഹ് മറ്റൊരിക്കൽ. ഏതായിരുന്നാലും അങ്ങനെയൊക്കെയാണെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ അള്ളാഹു ചില പ്രത്യേകം കാര്യം ചെയ്യുന്നവരെ, ചില പ്രത്യേക വിഭാഗങ്ങളെ ശപിച്ചിട്ടുണ്ട്. എന്താ അതിന്റെ അർത്ഥം? പ്രവാചകന്റെ പ്രാർത്ഥനയാണ് ശാപം ഉണ്ടാവട്ടെ എന്നാണ്. പ്രവാചകൻ ശാപത്തിനു വേണ്ടി ഈ ആളുകൾ ഈ കാര്യം ചെയ്തുകൊണ്ട് ഒരു വ്യക്തിയെ ചൂണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ കാണിച്ചിട്ടല്ല, ഈ കാര്യം ചെയ്യുന്നവർ എന്ന് പറഞ്ഞ് പ്രവാചകൻ പറഞ്ഞ കുറെ വിഷയങ്ങൾ. അതിലൊന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അഖില റിബ വ മൂക്കിലഹു, പലിശ തിന്നുന്ന ആളുകൾ അത് തീറ്റിപ്പിക്കുന്നവർ. ഇങ്ങനെ പലിശയുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവമുള്ള വിഷയങ്ങളാണ് വിശുദ്ധ ഖുർആനും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളും സൂചിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ നമ്മൾ ആലോചിക്കേണ്ടത് നമുക്കറിയാം, മറ്റൊരു ഹദീസിലുള്ളത് പലിശ എഴുതുന്നവൻ, അതിന് സാക്ഷി നിൽക്കുന്നവൻ, അത് കൊടുക്കുന്നവൻ, വാങ്ങുന്നവൻ, അവരെയൊക്കെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുണ്ട് എന്നതാണ്. എന്നാൽ നോക്കൂ നിങ്ങൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ ഒരു പ്രത്യേകത എന്താ? ഇന്നത്തെ പ്രത്യേകത നോർമലൈസ് ചെയ്യപ്പെട്ട ഒട്ടനേകം വിഷയങ്ങളിൽ ഒരു വിഷയമാണ് പലിശ എന്നുള്ളത്. പലിശ എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല ആളുകൾക്ക്, അല്ലേ? അതുമായി ബന്ധപ്പെടാത്ത മനുഷ്യർ വളരെ കുറവാണ്, ഒരു ഗൗരവം കാണിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് കാണാം ഇമാം നസായിയുടെ സുനനിൽ സ്വഹീഹിൽ അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅതി അലന്നാസി സമാൻ, ജനങ്ങൾക്കൊരു കാലം വരാനുണ്ട്. ആ കാലത്തിന്റെ പ്രത്യേകത എന്താ? യകുലൂന റിബ, അന്നവർ പലിശ ഭുജിക്കുന്നതാണ്, പലിശ അത് ഉപയോഗിക്കുന്നവരാണ്. ഫമൻ ലം യഅകുലുഹു അസ്വാബഹു മിൻ ഉബാരിഹി, ഒരാൾ വിചാരിക്കുക അതൊന്നും വേണ്ടെന്ന് വിചാരിച്ചാലും അതിന്റെ പൊടിപടലങ്ങളെങ്കിലും ഉപയോഗിക്കാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ എന്റെ ഉമ്മത്തിന് വരാനുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. സുഹൃത്തുക്കളെ, നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. പലപ്പോഴും എന്തൊക്കെ ന്യായീകരണങ്ങളാണ് ആളുകൾ പറയാറ്. EMI-യുടെ ഒരു യുഗത്തിലാണുള്ളത്. എല്ലാത്തിനും ഉപയോഗിക്കുന്ന ഫോണ്, വാഹനം, വീട്, ഇതുപോലുള്ള ഏതു കാര്യങ്ങളും ന്യായം പറയാൻ നമുക്ക് ഒരുപാടുണ്ടാവും. പക്ഷെ അള്ളാന്റെ ഖുർആനിൽ അല്ലാഹു പറഞ്ഞെന്തറിയോ? അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും യുദ്ധം ചെയ്യാൻ തയ്യാറുള്ളവർ മാത്രം പലിശയുമായി ബന്ധപ്പെട്ടത് മതിയെന്ന് പറഞ്ഞ് നമുക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി അനുസരിച്ച് പറഞ്ഞത് പലിശ 70ഓളം വിഭാഗങ്ങളായിട്ടുണ്ട്.
അതിലേറ്റവും ചെറുത് എന്ന് പറയുന്നത് സ്വന്തം മാതാവുമായി വ്യഭിചരിക്കുന്ന അതുപോലെയാണെന്നാണ്. സുഹൃത്തുക്കളെ, അതുകൊണ്ട് ഇത് നിസ്സാരമായി ഒരിക്കലും കരുതരുത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത് കാണാം. സൂറത്തു അൽ ബഖറയിൽ 275 ദീർഘമായി പലിശയുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളാണ്. അതിന്റെ അവസാനം ഖുർആൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അറിയൂ, ഫമൻ ജാഅഹു മൗഇളത്തും മിർ റബ്ബിഹി. ഈ കാര്യങ്ങളൊക്കെ അല്ലാഹുവിന്റെ ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ ഒരാൾ കേട്ടിട്ട് ഫഅൻതഹ, അതിൽ നിന്നൊക്കെ വിരമിച്ചു പലിശയുമായി ബന്ധപ്പെടുന്ന എല്ലാത്തിൽ നിന്നും മാറി നിന്നുവെങ്കിൽ ഫലഹു മാ സലഫ വഅംറുഹു ഇലല്ലാഹ്, അവന് മുമ്പേ കഴിഞ്ഞു പോയതൊക്കെ അവനുണ്ട്, അവന്റെ കാര്യം അല്ലാഹുവിലേക്ക് വിടണം. ഇത്രയും പറഞ്ഞിട്ട് പറഞ്ഞു, വമൻ ആദ ഫഉലൈക അസ്ഹാബുൻ നാർ ഹും ഫീഹാ ഖാലിദൂൻ. ഇനി ഇതൊക്കെ കേട്ടിട്ടും വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ ബഖറയിൽ 275 മറിച്ചു നോക്കുക. അവിടെ പറയുന്നത് വമൻ ആദ, ആരെങ്കിലും മടങ്ങി അതിൽ നിന്നും തിരിയാൻ, അതിൽ നിന്നും മാറാൻ സാധിക്കുന്നില്ലെങ്കിൽ ഫഉലൈക അസ്ഹാബുൻ നാർ. വളരെ കൃത്യമായി ഒരു വിശദീകരണം ആവശ്യമില്ലാതെ റബ്ബ് പറയാൻ, നിസ്കരിക്കുന്നത്, നോമ്പെടുക്കുന്നത്, ഈമാൻ കൊണ്ട് നടക്കുന്നത്, തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്നത്, മോശപ്പെട്ട പ്രവർത്തനങ്ങൾ അതൊക്കെ തെറ്റാണെന്ന് ബോധ്യതയുള്ളത്, നരകം കിട്ടുമെന്ന് ഭയന്നിട്ടാണെങ്കിൽ സുഹൃത്തുക്കളെ ഖുർആൻ അല്ലാഹു പറയാൻ ഫഉലൈക അസ്ഹാബുൻ നാർ, അവർക്ക് നരകമുണ്ട്. അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നില്ല, ഹും ഫീഹാ ഖാലിദൂൻ, അവർ അതിൽ ശാശ്വതരൻ. ഒരിക്കലും ബിസിനസ്സിൽ ലാഭം ഉണ്ടാവുമെന്ന് വിചാരിച്ച ഒരാളും പലിശയുമായി ബന്ധപ്പെടേണ്ടതില്ല. അള്ളാന്റെ ഖുർആൻ അല്ലാഹു പറയാൻ പലിശ എന്ന് പറയുന്നത് നാശമാണ്. കച്ചവടം അത് വളർച്ചയാണ്, സ്വതക്ക വളർച്ചയാണ്, കച്ചവടം അനുവദനീയമാണ്. അതുകൊണ്ട് എന്തു ന്യായം പറഞ്ഞാലും അല്ലെ, ഇന്നത്തെ ഒരു പ്രത്യേകത എന്താ, ഡിജിറ്റൽ കറൻസിയും അതുപോലെ തന്നെ ബാങ്കിങ്ങും സർവ്വസാധാരണയായി സാധാരണ ലെവലിൽ ജീവിക്കുന്ന നോർമലി ഒരു നമ്മുടെ ഭാഷ പറഞ്ഞൊരു നാടൻ പണി കൂലിപ്പണി എടുത്ത് നടക്കുന്ന മനുഷ്യർ വരെ ജിപേയും ഫോൺ പേയും അതുപോലുള്ള സംവിധാനമൊക്കെ അത് ഉപയോഗിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ലോകത്താണ്. പക്ഷെ അതിലൊക്കെ ചിലപ്പോൾ 1 വർഷം 2 വർഷമായിട്ട് ബാങ്കിൽ തന്നെ കയറാത്ത ആളുകളുണ്ടാവും. ഇതിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, വരുന്നുണ്ട്, പോകുന്നുണ്ട്, വരുന്നുണ്ട്, പോകുന്നുണ്ട്. വളരെ ചെറുതാണെങ്കിൽ അതിനൊക്കെ പലിശ കയറുന്നുണ്ട്. അത് നമ്മുടെ ആഹാരത്തിൽ, നമ്മുടെ ഭക്ഷണത്തിൽ, നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നതിൽ ഹറാമ് കലർന്നിട്ടുണ്ട്. സുഹൃത്തുക്കളെ, എന്താ യഥാർത്ഥത്തിൽ ഭക്ഷണത്തിൽ, സമ്പത്തിൽ ഹറാമ് കലർന്നാൽ നമുക്ക് ഇഷ്ടമല്ലെങ്കിലും അള്ളാഹു ഇബാദത്തുകൾ സ്വീകരിക്കൂല, പ്രാർത്ഥനകൾ സ്വീകരിക്കൂല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. മറ്റൊന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പതിവ്രതകളായ ഈമാനുള്ള സ്ത്രീകളെ കുറിച്ച് അപവാദം പറയുക എന്നുള്ളത് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ മുഅ്മിനാണെന്ന് തോന്നുന്ന, മുഅ്മിനത്താണെന്ന് മനസ്സിലാക്കുന്ന, നന്നായി ജീവിക്കുന്ന ഒരു സ്ത്രീയെ പറ്റി അപവാദം പറയുന്നത് അവർക്ക് ശാപമുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ. ഖുർആനിന്റെ സൂറത്ത് നൂറിന്റെ 23 കാണാം, ഇന്നല്ലദീന യർമൂനൽ മുഹ്സിനാത്തി വൽ ആഫിലാത്തിൽ മുഅ്മിനാത്ത് ലുഇനു ഫിദ് ദുനിയ വൽ ആഖിറ വലഹും അദാബുൻ അദീം. നല്ലവരായ പതിവ്രതകളായ സ്ത്രീകളെ സംബന്ധിച്ച്, അവരെ കുറിച്ച് അപവാദം പറയുന്നവർക്ക് ലുഇനു ഫിദ് ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും ശാപമുണ്ട്. എന്തെങ്കിലുമൊക്കെ ദേഷ്യം തീർക്കാൻ ഷെയർ ചെയ്യപ്പെടുന്ന ഒരു മെസ്സേജ് ഏതെങ്കിലും ഒരു മനുഷ്യനെ കുറിച്ച്, അത് രാഷ്ട്രീയത്തിന്റെ പേരിലാവാം, അത് മറ്റേതെങ്കിലും വിഷയത്തിലാവാം, ഏത് വിഷയത്തിലാണെങ്കിലും കൃത്യമായ യാതൊരു തെളിവുമില്ല. തെളിവുണ്ടെങ്കിൽ പോലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഇത് പറയേണ്ടതില്ല. തെളിവുകൾ ഉണ്ടെങ്കിൽ പോലും ഇതല്ല. നമുക്കറിയാലോ, മാഹിസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം വിശദീകരിക്കുന്ന സംഭവം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. മാഹിസ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ വന്നിട്ടാ പറയുന്നത്, നബിയെ, ഞാൻ തെറ്റു ചെയ്തു പോയി, വ്യഭിചരിച്ചു പോയി, എനിക്ക് ശിക്ഷ വേണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് സഹാബികളോട്, എന്തായാൽ ഇദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടോ, ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ പറയാൻ വിശ്വസിക്കാൻ പ്രവാചകൻ ഇഷ്ടമായിരുന്നില്ല. ആ ചരിത്രം നമുക്കറിയാലോ. പിന്നീട് ഒരു സ്ത്രീ വന്നു. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിക ചരിത്രത്തിൽ ഹദീസ് ഗ്രന്ഥങ്ങളിലെല്ലാം ഇടം പിടിച്ച ഈ സംഭവം എവിടെയെങ്കിലും ആ സ്ത്രീയുടെ പേര് അരങ്ങിടുന്നുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മായിസ് റളിയല്ലാഹു അൻഹു ഈ കാര്യം പറയുമ്പോൾ സഹാബികൾ ഒരാളും ഏതാണ് ആ സ്ത്രീ എന്ന് ചോദിച്ചിട്ടില്ല, ഏതായിരുന്നു ആ സ്ത്രീ എന്ന് ചോദിച്ചിട്ടില്ല, അവരെ കുറിച്ച് പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തെളിവുണ്ടെങ്കിൽ പോലും അത് പറയേണ്ടിടത്ത് മാത്രം പറയേണ്ട വിഷയങ്ങൾ അതൊക്കെ. പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാത്തൊരു സ്ഥലത്ത് 100% തെളിവുണ്ട്, നമ്മൾ പറയേണ്ടതില്ലാത്ത കാര്യങ്ങളാണ്.
അപ്പൊ തെളിവില്ലാതെ, ന്യായമല്ലാതെ നന്നായി വസ്ത്രം ധരിക്കുന്ന, നമസ്കരിക്കുന്ന അങ്ങനെയുള്ള സ്ത്രീകളെ കുറിച്ചൊക്കെ പറയാന്ന് പറഞ്ഞാൽ അത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഷെയർ ചെയ്യലോ വെറുതെ ഒരു തമാശയൊക്കെ ആണെങ്കിലും അള്ളാഹുവിന്റെ ശാപം ദുനിയാവിലും ആഖിറത്തിലും കിട്ടുന്ന വിഷയമാണ് എന്ന് മനസ്സിലാക്കുക. മറ്റൊരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സ്ത്രീകളോട് സാദൃശ്യപ്പെടുന്ന വസ്ത്രം ധരിക്കുന്ന പുരുഷൻ, പുരുഷനോട് സാദൃശ്യം തോന്നുന്ന വസ്ത്രം ധരിക്കുന്ന സ്ത്രീകൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇന്നത്തെ ലോകത്ത് എഴുന്നേറ്റ് നിന്ന് പറയാൻ പോലും പറ്റാത്ത വിഷയമാണ്. ആളുകൾ പറയില്ല എന്താ വസ്ത്രധാരണക്ക് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച്, ഒരു മുഅ്മിനിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ചെറിയ കുഞ്ഞു കുട്ടിയാണെങ്കിൽ വരെ പുരുഷനും സ്ത്രീക്കും വസ്ത്രത്തിൽ ആ രൂപത്തിൽ തന്നെ ശ്രദ്ധിക്കണം. കുട്ടികളെ കാണുമ്പോൾ ആൺകുട്ടിയെ പെൺകുട്ടിയെ അറിയാത്ത കോലത്തിൽ വസ്ത്രം ധരിപ്പിക്കാൻ പറ്റില്ല. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്നറിയോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, വൽ മുഹന്നസീന മിനർ റിജാൽ വൽ മുതറജ്ജലാത്തി മിനൻ നിസാ, ഇവരെ ലഅന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സാദൃശ്യം പുലർത്തുന്നവരെ. എന്തു ന്യായം പറഞ്ഞാൽ പലപ്പോഴും ക്യാമ്പസുകളിലും സ്കൂളുകളിലുമൊക്കെ പെൺകുട്ടികളുടെ വിഷയത്തിലാണ് ഈ കാര്യം നന്നായി ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ന്യായം പറയാം. ദീനുൽ ഇസ്ലാമിന്റെ പ്രമാണം ഇതാണ്. ഏതായിരുന്നാലും അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു വിഷയം, ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ, മദ്യം അല്ലെങ്കിൽ ലഹരി ഉണ്ടാക്കുന്ന എന്തൊക്കെയുണ്ടോ, ഹംറ് എന്ന വാചകത്തിന്റെ അതാണ് ലഹരിക്ക് മൊത്തത്തിൽ ഹദീസിലും ഖുർആനിലും വന്നിട്ടുള്ളത്. ഹംറ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ബുദ്ധിയെ കേടുവരുത്തുന്ന സാധനം. ലഹരി വസ്തുക്കൾ ഏതാണെങ്കിലും അത് ഹറാം, നമുക്കറിയാം. വകുല്ലു മുസ്കിരിൻ ഹറാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനല്ലാഹുൽ ഖംറ വശാരിബഹ വസാഖിയഹ വബായിഅഹ വമുബതാഇഹ വആസിറഹ വമുഖ്തസിറഹ വഹാമിലഹ വൽമഹ്മൂലത ഇലൈഹി. ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിലൂടെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. മദ്യം അത് കുടിക്കുന്നവൻ, അത് ഒഴിച്ചു കൊടുക്കുന്നവൻ, മദ്യം ഉൽപാദിപ്പിക്കുന്നവൻ, അത് വാങ്ങുന്നവൻ, വിൽക്കുന്നവൻ, അത് കൊണ്ടുപോകുന്നവൻ, വഹിക്കുന്നവൻ, ഇവരെ മുഴുവൻ അള്ളാഹു ശപിച്ചിട്ടുണ്ട് എന്നാൽ അള്ളാഹ് ശപിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ റബ്ബിന്റെ ശാപം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരെ സഹായിക്കാനാകില്ല. അവൻ അള്ളാഹിന്റെ കാരുണ്യത്തിന് അകന്നാണ്. അതുകൊണ്ട് കച്ചവടക്കാരൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയമുണ്ട്. നമ്മള് കഴിക്കണില്ല, ഉപയോഗിക്കണില്ല, പക്ഷെ കച്ചവടം ചെയ്യാന്നാണ്. അള്ളാഹുവിന്റെ റസൂൽ വളരെ കൃത്യമായി പറഞ്ഞു, അത് വിൽക്കുന്നവനും വാങ്ങുന്നവനും ഉണ്ടാക്കുന്നവനും വഹിച്ചു കൊണ്ടു കൊടുക്കുന്നവനും അതിലെ എന്തൊക്കെ സർവീസ് നടത്തുന്നുണ്ടോ ലഹരിയുമായി ബന്ധപ്പെട്ട ഏത് വിഷയം, അത് ഓരോന്നോരോന്ന് ഇത് എന്താണോ ഇത് മറ്റതാണോ ഒന്ന് ചോദിക്കേണ്ടതില്ല. നമ്മുടെ മനസ്സാക്ഷി ദീനുൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ വന്ന ഈ വിഷയത്തോട് എങ്ങനെ നിൽക്കുന്നു എന്നതാണ് അവിടേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യം കിട്ടുന്ന, ശാപത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന സൗഭാഗ്യവാന്മാരെ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വഅഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവ തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. രണ്ടാമതും ഉണർത്താനുള്ള കാര്യം അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പ്രസിദ്ധമായ ഒരു വചനമാണ്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ഖൈറുള്ള ആളുകൾ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഓപ്ഷനാണ്. അത് ഒന്നുകിൽ ഖുർആൻ പഠിക്കുന്നവനാകണം, അല്ലെങ്കിൽ പഠിപ്പിക്കുന്നവനാകണം. ഖുർആൻ മരണപ്പെട്ടാൽ ഖബറിൽ വെച്ചാൽ അല്ലെങ്കിൽ ബർസഖി ജീവിതം ആരംഭിക്കുന്നിടത്ത് നമ്മൾക്കൊക്കെ നമ്മുടെ ഈമാന്റെ ഭാഗമായി നമ്മൾ കൊണ്ടുനടക്കുന്ന കാര്യമാണ്. മലക്കുകൾ വരും, ചോദ്യം ചെയ്യും. ആരാ റബ്ബ് ചോദിക്കും, ആരാണ് നിന്റെ പ്രവാചകനും ചോദിക്കും, ആ കൂട്ടത്തിൽ ആരാ നിന്റെ ഇമാമ് എന്ന് ചോദിക്കും. ഖുർആനോ ഇമാമി അല്ലെങ്കിൽ ഇമാമിയെ ഖുർആൻ എന്ന് മറുപടി പറയണം.
നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്റെ ഇമാമ് ഖുർആനാണ് എന്ന് പറഞ്ഞ എന്നെ മുന്നിൽ നിന്ന് നയിക്കുന്നത് വിശുദ്ധ ഖുർആനാണ്. സുഹൃത്തുക്കളെ, വളരെ ആത്മാർത്ഥമായിട്ടൊന്ന് ആലോചിച്ചു. ഒരു 15 വയസ്സ് മുതലുള്ള ഇവിടെയുള്ള ഇരിക്കുന്ന ഓരോരുത്തരും ഇത്ര വർഷത്തിനിടക്ക് സത്യസന്ധമായി ഒരിക്കലെങ്കിലും അള്ളാഹുവിന്റെ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ എന്ത് പറയുന്നു എന്ന് നമ്മൾ വായിച്ചു നോക്കിയിട്ടുണ്ടോ? എനിക്ക് കേട്ടിട്ടുണ്ടോ? എന്താണ് ഈ പറയുന്നത്? നമ്മളോടാണ് സംസാരിക്കുന്നത് ഖുർആൻ. നമ്മൾ ജീവിക്കേണ്ട ജീവിത രേഖയാണ് ഖുർആൻ, അല്ലെ? എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു. ഒരിക്കലും ശാശ്വതമല്ലെന്ന് 100% ബോധ്യമുണ്ടായിട്ടും രാവും പകലും ഇരുന്ന് നമ്മൾ പഠിക്കുന്നു. എന്തെങ്കിലും ജോലി കിട്ടാൻ എത്ര വർഷം ജോലി ചെയ്യാൻ പറ്റുക? മാക്സിമം പോയാൽ എന്താ അതുകൊണ്ട് കിട്ടുക? എന്റെ അർത്ഥം ഒന്നും വേണ്ടതാണ്. പക്ഷെ അതിന്റെ എത്രയോ മുകളിൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു വിഷയമാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളത്. ഇത് പഠിക്കുക എന്നുള്ളത്, അതിന്റെ സംവിധാനങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. അത് ഉസ്താദ് പഠിച്ചത് കൊണ്ട് നമ്മുടെ ഖബറിൽ വന്നുകൊണ്ട് ഉസ്താദിന് മറുപടി അറിയില്ല. ഓരോരുത്തരും പഠിക്കണം. പഠനത്തിന്റെ ആഴവും വ്യാപ്തിയും ഓരോരുത്തർക്കും ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും, ആവശ്യകതയൊക്കെ. ശരി, കോമൺ ആയിട്ട് പഠിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ബാധ്യത. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിക്കാൻ ജീവിതത്തിൽ മറ്റൊന്നും നമുക്ക് തടസ്സമല്ല. പ്രായം നമുക്ക് തടസ്സമല്ല. പ്രവാചകന്റെ സ്വഹാബാക്കൾ മഹാഭൂരിപക്ഷവും പ്രായം ചെന്നവരായിട്ടാണ് വിശുദ്ധ ഖുർആൻ പഠിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ അല്ലാഹു ആവർത്തിച്ച് പറയുന്ന ഒരു സൂറത്തിൽ വലഖദ് യസ്സർനൽ ഖുർആന ഹൽ മിൻ മുദ്ദക്കിർ, അല്ലേ? ഖുർആൻ നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ അത് വളരെ ഈസിയാണ്, വളരെ എളുപ്പമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഈ പള്ളിയിലുണ്ട് എല്ലാ ഞായറാഴ്ചയും സുബഹി നമസ്കാരം കഴിഞ്ഞാൽ ഇവിടെ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ എന്ന പേരിൽ വ്യവസ്ഥാപിതമായി ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എത്ര ആളുകൾ അത് ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിയില്ല. ഇതിന്റെ പരിസരത്തുള്ള ആളുകൾക്ക് ഉപയോഗിക്കാം. അതുപോലെ ഇൻഷാ അല്ലാഹ് അടുത്ത വ്യാഴാഴ്ച മുതൽ ഉച്ചയ്ക്ക് 2 മണിക്ക് സ്ത്രീകൾക്ക് പ്രത്യേകമായി ഖുർആൻ പഠിപ്പിക്കുന്ന ഇതുപോലുള്ള എല്ലാ വ്യാഴാഴ്ചയും 2 മണിക്ക് ക്ലാസ് ഉണ്ടാവും. അടുത്ത വ്യാഴാഴ്ച 2 മണിക്ക് ഉണ്ടാവും. സ്ത്രീകളെ വിഷയം വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസക്കും വഅഹ്ലീകും നാറ. നമുക്ക് സുപരിതമായ ഒരു ആയത്താണ്. ഈമാനുള്ള മനുഷ്യരെ, നിങ്ങളെയും നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണം. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മുഫസ്സിറുകൾ മുഴുവൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നിന്നുള്ള ഒരു അസർ എടുത്ത് കൊടുക്കുന്നതാണ്. അല്ലിമൂ അഹ്ലീക്കും, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ പഠിപ്പിക്കണം, ഇൽമുള്ളവരാണ്. നിങ്ങൾ നോക്ക്, ഒരു സമൂഹത്തിന്റെ ഏറ്റവും വലിയ നന്മയുണ്ടാകുന്നത് സ്ത്രീകൾ അവർ ശരിയാകുമ്പോഴാണ്, നേരെയാകുമ്പോഴാണ്. സ്ത്രീകൾക്ക് കാര്യങ്ങൾ അറിയുമ്പോഴാണ്, അവർ ഇൽമുള്ളവരാകുമ്പോഴാണ്. ഒരു തലമുറയെ വാർത്തെടുക്കാനും ഉപ്പമാരെക്കാൾ എപ്പോഴും ഏറ്റവും കൂടുതൽ ശ്രദ്ധയുണ്ടാവേണ്ടതും അത് അങ്ങേയറ്റം ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതും സ്ത്രീകളാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം. ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹ് സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തിയായിരുന്നു, മഹാപണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു വാചകം കാണാൻ, ലിതഅലം കുല്ലു ഇംറഅത്തിൻ അന്നഹാ ലൻ തസിൽ ഇല സ്വലാഹ് ഇല്ലാ ബിഇൽം. ഏത് സ്ത്രീയാവട്ടെ, അവർ നന്നാവണം നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഇൽമു കൊണ്ടല്ലാതെ അവരിൽ നന്മയുണ്ടാവില്ല. ദീനുൽ ഇസ്ലാമിന്റെ ഇൽമു കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും നന്മയുണ്ടാകുന്നതല്ല. വമാ അഈനുഹു ബിൽ ഇൽമി വഹുവൽ ഇൽമു ശർഈ. ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം പറയാണ് ഇൽമു ശർഈ, ദീനിന്റെ ഇൽമാണ്. അതുകൊണ്ട് അത് പഠിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കണം. ഇൻഷാ അല്ലാഹ് ഈ പള്ളിയിൽ അങ്ങനെ ഒരു സംവിധാനമുണ്ട്. കുട്ടികൾക്ക് മദ്രസ കഴിഞ്ഞ കുട്ടികൾക്കുള്ള സിആർ എന്ന് പറയുന്ന പേരിലുള്ള ക്ലാസ് വെള്ളിയാഴ്ച വൈകുന്നേരം നടക്കാറുണ്ട്. അതിലൊക്കെ നമ്മുടെ മക്കളും നമ്മുടെ വീട്ടിലെ കുടുംബങ്ങളും അതുപോലെ നമ്മളൊക്കെ പഠിക്കുന്ന ആളുകളാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ അത് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കി സത്യസന്ധമായി ജീവിതത്തിൽ ഉൾക്കൊള്ളണം. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പാപങ്ങൾ അവൻ പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. ചെയ്യുന്ന അമലുകൾ അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ട നമ്മുടെ മാതാക്കൾ, പിതാക്കൾ, സഹോദരങ്ങൾ, സത്യവിശ്വാസികൾ, അവരുടെ ഖബറുകൾ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ഖബർ ശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും അവരെയും നമ്മയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. നാം ചെയ്യുന്ന ഓരോ സൽക്കർമ്മങ്ങളും കുറ്റമറ്റ സൽക്കർമ്മങ്ങളായി അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار
اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد والحمد لله رب العالمين.